സാധനങ്ങളും മറ്റ് ജീവിതോപകരണങ്ങളുമൊക്കെ ഉപകരിയിൽ നിന്ന് ആവശ്യക്കാരിലേക്ക് അങ്ങോളം ഇങ്ങോളം എത്തിച്ച് അത് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരുടെ സേവനം, അതാണ് മൂന്നാമത്തേത്. അപ്പോൾ ശ്രേഷ്ഠമായ ധനസമ്പാദന മാർഗങ്ങളുടെ ധനസമ്പത്തിലാണ് കച്ചവടത്തെ എണ്ണിയിട്ടുള്ളത്. മഹാനായ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ കല്ലാ അത്തിയബു, ഓ പ്രവാചകരെ, ഏതാണ് ധനസമ്പാദനത്തിലാണ് ഏറ്റവും പരിശുദ്ധമായത്? കാല അമലുർ റജുലി ബിയദി, സ്വന്തം കരം കൊണ്ട് അധ്വാനിക്കുക. സ്വന്തം കൊണ്ട് കരം കൊണ്ട് അധ്വാനിക്കുക പറഞ്ഞാൽ അതിൽ കൃഷിയും പെട്ടു, മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പെട്ടു, കൈത്തൊഴിലുകളും പെട്ടു. ഉക്കുല്ലു ബൈഇൻ മബ്റൂർ, സത്യസന്ധമായ കുറ്റമറ്റ എല്ലാ കച്ചവടങ്ങളും. ഉക്കുല്ലു ബൈഇൻ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല, ഉക്കുല്ലു ബൈഇൻ മബ്റൂർ, സത്യസന്ധമായ എല്ലാ കച്ചവടവും. ഇമാം അഹ്മദ് അവരുടെ സുനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഉക്കുല്ലു ബൈഇൻ മബ്റൂർ. അപ്പോൾ കച്ചവടം രണ്ട് വിധമുണ്ട് എന്ന് മനസ്സിലായി. ബൈ മബ്റൂറുണ്ട്, ബൈ ഗൈറു മബ്റൂറുണ്ട്. അതുകൊണ്ടാണ് കച്ചവടക്കാരെ രണ്ട് പാർട്ടാക്കി തിരിച്ചതായി കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ വിഭാഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നബി തങ്ങൾ പറയുന്നു, അത്താജിറു സദൂഖുൽ അമീൻ അൻ-നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ മഅൻ-നബിയ്യീൻ, പരലോകത്ത് ചെന്നാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ്. വസ്സുദ്ദീഖീൻ, പരമസത്യവാന്മാരായ മഹാന്മാരുടെ കൂട്ടത്തിലാണ്. വശുഹദാ, രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിലാവാൻ, പരമസാത്വികന്മാരുടെ കൂട്ടത്തിലാകാൻ, രക്തസാക്ഷികളുടെ കൂട്ടത്തിലാകാൻ മാത്രം ഇവൻ എന്തു ചെയ്തു? ഇവൻ എല്ലാവിധ ചൂഷണത്തിനും സാധ്യമായ, വഞ്ചനയ്ക്ക് സാധ്യമായ, ധനസമ്പാദനത്തിന് എളുപ്പമാർഗങ്ങൾ സ്വീകരിക്കാവുന്ന ഒരു വേദിയിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചു. വളരെ പ്രയാസമാണ്. പിശാചി ദുർബോധനവും ദുർയും നടത്തി മനുഷ്യനെ ദുഷിപ്പിക്കുന്ന രംഗമാണ് സാമ്പത്തിക രംഗം. അവിടെ ഇസ്ലാമിന്റെ കാർക്കശ്യം പാലിക്കുക എന്നത് വളരെ വിഷമമാണ്. അള്ളാഹുവിന്റെ വിഷമത്തിലുമുള്ള ആത്മാർത്ഥമായ വിശ്വാസമാണ് അതിനെ പ്രേരിപ്പിച്ചത്. അതിന് തന്നെ അവനെ അള്ളാഹ് ആഖിറത്തിലെത്തുമ്പോൾ ഉന്നതമായ പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്നു, ഇമാം റിവായത്ത് ചെയ്യുന്നു, ദാർഖുത്നി റിവായത്ത് ചെയ്യുന്ന ഹദീസ്. എന്നാൽ കച്ചവടക്കാരെ തന്നെ നമുക്ക് കാണാം. നബി തങ്ങൾ പറയുന്നു, വത്തുജാറു യശ്റൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ ഇല്ലാ മൻ ഇത്തഖാ വബർറ വസദഖ. കച്ചവടക്കാർ യുഹ്ശറൂന യൗമൽ ഖിയാമ, യൗമത്ത് നാളിൽ അവിടെ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും അല്ലാഹുവിന്റെ നീതിന്യായ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഫുജ്ജാറൻ, അവർ തമ്മാടികളായിട്ട് ദുർമായിട്ട് ഇല്ലാ മൻ ഇത്തഖാ, സൂക്ഷ്മത പാലിക്കുകയും സുബർറ, നന്മ ചെയ്യുകയും വസദഖ, സത്യം പറയുകയും ചെയ്തവരൊഴിച്ച്. അപ്പോൾ അവിടെയും കച്ചവടക്കാരെ രണ്ടായി ഭാഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇമാം തുർമുദി, ഇബ്നു മാജ, ദാരിമി തുർമുദി എഴുതിയിട്ടുണ്ട്. ധനം സമ്പാദിക്കുവാൻ എളുപ്പം കഴിയും. ഇസ്ലാം പറയുന്ന കാർക്കശ്യം പാലിക്കാതെ ഏത് മാർഗത്തിലും പണം സമ്പാദിക്കാൻ വേണ്ടി ഒരാൾ തുനിയുന്നുവെങ്കിൽ എളുപ്പം പണം സമ്പാദിക്കാൻ സാധിക്കും. പക്ഷേ ആ പണം എന്തിന്, അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി പറഞ്ഞ് ആമുഖം ഇനി നീട്ടുന്നില്ല, വിഷയത്തിലേക്ക് നേരെ കിടക്കുകയാണ്. നബിതങ്ങൾ പറയുന്നു, ലാ യക്സിബു അബ്ദുൻ മാൽ ഹറാം, നിഷിദ്ധമായ അള്ളാഹു നിരോധിച്ച ഒരു പണം ഒരു സമ്പത്ത് ഒരു മനുഷ്യൻ സമ്പാദിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് സദഖ ചെയ്യുകയും എന്നിട്ട് അള്ളാഹു അംഗീകരിക്കുകയും ചെയ്യുക എന്ന് അംഗീകരിക്കലും ഉണ്ടാകുകയില്ല. ഹറാമായ രീതിയിൽ പണം സമ്പാദിച്ചു പോയാൽ അത് ചെലവഴിച്ചിട്ട് കാര്യമില്ല. ആർക്ക് ഫക്കീറിന് കൊടുത്താലും, മിസ്ക്ക് കൊടുത്താലും, പള്ളിക്ക് കൊടുത്താലും, മദ്രസക്ക് കൊടുത്താലും, ആർക്ക് കൊടുത്താലും അള്ളാഹു ആർക്കുകയില്ല. വലാ യുൻഫിഖു മിൻഹു ഫയുബാറക ലഹു ഫീഹി, എന്നാൽ അവന് വേണ്ടിയോ അവന്റെ കുടുംബത്തിന് വേണ്ടിയോ അത് ചെലവഴിച്ചാലോ അതിലൊരു ബർക്കത്തുണ്ടാവുകയില്ല. എന്താണ് ബർക്കത്ത്? നേരത്തെ പറഞ്ഞുവല്ലോ, നല്ലത് തിന്നാൽ അവിടെ നല്ല ചിന്തയുണ്ടാകും, ചീത്ത തിന്നാൽ ദുശ്ചിന്തയുണ്ടാകും. നല്ലത് തിന്നാൽ നല്ല ചിന്തയുണ്ടാകും, ചീത്ത തിന്നാൽ ചീത്ത ചിന്തയുണ്ടാകും. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 4-ാമൻ
ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. എപ്പോഴും വീട്ടിൽ തൻ്റെ സ്വന്തം മകളോട് പറയും, എൻ്റെ ഗുരുവര്യൻ ഇമാം ഷാഫി വലിയ മഹാൻ, വലിയ മഹാൻ. ഇമാം ഷാഫിയുടെ മദ്ഹ് എപ്പോഴും ഷാഫി ഒരു ദിവസം വീട്ടിലേക്ക് വിരുന്ന് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അവിടെ വിരുന്നിനെത്തി. ആഹാരം കഴിക്കാനിരുന്നു. നല്ല പോലെ ആഹാരം ഇരുന്നിച്ചു, നല്ല പോലെ ആഹാരം കഴിച്ചു. അങ്ങനെ വീട്ടിൽ അന്ന് വിരുന്നു പാർത്ത ആ ദിവസം എല്ലാ ഹറക്കാത്ത് സെക്കനാത്ത് ഒളിഞ്ഞിരുന്ന് അന്വേഷിച്ച് മകള് മനസ്സിലാക്കുകയിച്ച് ഇമാം ഷാഫിയുടെ നിലപാടിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ചോദിച്ചത് ഉപ്പയോട് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു വലിയ മഹാനാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്നലെ നല്ല പോലെ വയറു നിറച്ച് ഭക്ഷണം ല്ലോ, നിങ്ങൾ അല്പം കഴിച്ചിട്ടുള്ളൂ, അദ്ദേഹം കുറച്ച് കൂടുതലാണല്ലോ കുറച്ച്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫിയോട് സംശയം, ഇമാമിന്റെ മകൾക്ക് ഇങ്ങനെ സംശയമുണ്ട്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ വീട്ടിലാണ് ഞാൻ വിരുന്ന് വന്നത്, നിങ്ങളുടെ വീട്ടിൽ ഹലാല് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നെനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ഹലാല് തിന്നാൽ എനിക്ക് നല്ല കാര്യങ്ങൾക്ക് ഉത്തേജനമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. 100ഓളം സംശയങ്ങൾ എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ അങ്ങനെ കിടന്ന് ഖുർആൻ ആദ്യന്തം ആവർത്തിച്ച് പാരായണം ചെയ്ത് 100ഓളം പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തി. അത് നിങ്ങളുടെ ആഹാരത്തിന്റെ ബർക്കത്താകുന്നു. ഇമാം ഷാഫി പറയുകയാണ്, നല്ലത് തിന്നാൽ നല്ല ചിന്ത, ചീത്ത തിന്നാൽ ദുശ്ചിന്ത വരുന്നു. നബി തങ്ങൾ പറയുന്നു, വലാ യുൻഫിഖു മിൻഹു ഫയുബാറക ലഹു ഫീഹി, ചീത്ത സ്വത്ത് സമ്പാദിച്ചാൽ അത് ചെലവഴിച്ചിട്ട് അതുകൊണ്ട് ബറക്കത്തുണ്ടാകുകയില്ല. അപ്പോൾ ബറക്കത്തുള്ള ആഹാരം കഴിച്ചാൽ ആ വീട്ടിൽ ഐക്യമുണ്ടാകും, ആ വീട്ടിൽ കള്ളു കുടിക്കുന്നവർ കുറയും, ആ വീട്ടിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കുറയും, ആ വീട്ടിൽ നിരീശ്വരവാദികളും നിർമ്മതവാദികളും യുക്തിവാദികളും ഉണ്ടാകുകയില്ല. അതൊക്കെ ആഹാരത്തിന്റെ ബറക്കത്താണ്. വലാ യത്റുകു ഖൽഫൽ ലഹിരി, എന്നാൽ ചീത്ത സ്വത്ത് സമ്പാദിച്ച് അത് വിട്ടേച്ചു പോവുകയാണെങ്കിലോ, സദഖ ചെയ്തിട്ട് കാര്യമില്ല, കുടുംബത്തിന് കൊടുത്തിട്ട് കാര്യമില്ല, എന്നാൽ പിന്നെ അതവിടെ വിട്ടേച്ച് അനന്തരഗാമികൾക്ക് വേണ്ടി വിട്ടേച്ചു പോയാലോ, ഇല്ലാക്കാന സാദഹു ഇലന്നാർ, നരകത്തിലേക്കുള്ള സന്നാഹമാകും. നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യംഹു സയ്യ ബിസയ്യ, തിന്മയെ തിന്മ കൊണ്ട് അല്ലാഹു മായ്ക്കുകയില്ല, വലാകിൻ യംഹു സയ്യ ബിൽ ഹസൻ, അല്ലാഹു തആല നല്ലത് കൊണ്ടാണ് തിന്മയെ മായ്ക്കുക. ഇന്നൽ ഖബീസ് ലാ യംഹുൽ ഖബീസ്, ചീത്തയെ മായ്ക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കുവാൻ, ആഖിറത്തിലെ മോക്ഷം നേടുവാൻ നമ്മൾ ഹലാലായ സ്വത്ത് സമ്പാദിച്ച് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇമാം അഹ്മദ് അവറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ബഖവി ശർഹ് സുന്നനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മിഷ്കാത്തുൽ മസാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രസിദ്ധമായ ഹദീസാണ് ഞാൻ നിങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. ലാ യദ്ഖുലുൽ ജന്നത ലഹമുൻ നബത മിനസ് സുഹറ്റി. ഈ ഹദീസോടുകൂടി അവസാനിപ്പിച്ച് വിഷയത്തിലേക്ക് കടക്കുന്നു.